Good morning. Welcome back to day 15. എന്ത് തോന്നുന്നു സുഗി ഡേ 15 ആയതിൽ? Day 15. Proud of you. Consistency. Yeah, I never thought man I can do it. 15 ദിവസമായിട്ട് ഞാൻ വ്ളോഗ് എടുത്തിട്ടിരിക്കുക. ആഴ്ചയിൽ ഒരു വ്ളോഗ് എടുക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെടാറുണ്ടായിരുന്നു ഓർമ്മണ്ടാ? ഞാനിപ്പോ ഡെയിലി എടുക്കണു. ഡെയിലി 1.5 hour ഇരുന്ന് എഡിറ്റ് ചെയ്യണു, പോസ്റ്റ് ചെയ്യണു. ഈ ഓല അങ്ങനെ ഇളകിയില്ലേ, അപ്പൊ മൊമോന് പേടിയായിണ്ടായിരുന്നു. ഇവരൊക്കെ കാണിക്കാൻ പിള്ളേർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറ. സോറോ ഗുഡ് മോർണിംഗ്, റൂഫി ഗുഡ് മോർണിംഗ്, മോമോ ഗുഡ് മോർണിംഗ്. അവരെല്ലാം എന്താണ് ഇന്ന് എന്തായാലും വൈകുന്നേരം വരുമ്പോഴത്തേന് തെങ്ങ് റിമൂവ് ചെയ്യായിരിക്കും അല്ലേ വിചാരിക്കുന്നുണ്ട്. അപ്പൊ തെങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. പിന്നെ സുഖി US ടൈമിങ്ങില് ഫുട്ബോൾ ആയതുകൊണ്ടാ ഇത്ര ടയേർഡ്നെസ്. ഇന്നലെ കറക്റ്റ് പ്രശാന്ത് വരെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, യു ഗൈസ് ലുക്ക് like tired in the morning, by evening you guys are fine പറഞ്ഞിട്ട്. സോ എന്താ കാരണം എന്ന് വെച്ചാല് നമ്മൾ ഈ ഫുട്ബോൾ മാച്ചും കണ്ടിട്ടാണ് കിടക്കണത്. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ അത് ഭയങ്കര മടിയായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ മാച്ച് 9:30 തൊട്ടാവാടി. ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് ഫെനുഗ്രീക്ക് വാട്ടർ ഓവർനൈറ്റ് സോക്ട്. പിന്നെ ഇതെന്റെ സ്നാക്സ് അല്ല, ഇത് പിള്ളേരുടെ സ്നാക്സ്. ഫുഡ് തരട്ടെ? വാ സ്നാക്സ് തരാ, വായോ. സ്നാക്സ് തരട്ടെ? വായോ ഫുഡ് തരാ, വാ വായമ്മ ബാടി. 10 11 12. കൊക്കോ സ്റ്റാർട്ടിങ് അങ്ങനെ വലുതായി അവര് പുറത്ത് ഓടാൻ തുടങ്ങൂലേ, നീ അവിടെ കൊണ്ടുപോയി ഓടിച്ചാ മതി. ഇപ്പൊ നീ അതൊന്നും കൺട്രോൾ ചെയ്യണ്ട. ഇപ്പൊ ഹെൽത്ത് ഒന്നും നോക്കേണ്ട സമയമല്ല, കുഞ്ഞുവാവയാണ് ഇപ്പൊ. ഇപ്പൊ വയറ് നിറയെ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങണം. ഇപ്പൊ ഉറങ്ങന്നെ വേണ്ടിയത്. ഇല്ലടാ, ഫസ്റ്റ് 4 months അവർ ഉറങ്ങണം, ശരിക്ക് നിറയെ ഉറങ്ങണം. അല്ല അപ്പൊ നമുക്ക് തോന്നും മടിയായിട്ടാണ്, പക്ഷെ റൂഫി അതെനിക്കറിയാം. ഓ, നീ അപ്പുറത്ത് കൊച്ചിന്റെ റൂമിലാണ്. ബാക്കി എല്ലാ സമയത്തും ട്രയൽ ഉണ്ട്. ഞാൻ അവിടുന്ന് ഓടിച്ച് കൂട്ട് കയറ്റാം. താഴെ ഇറങ്ങാനോ, താഴെ ഇറങ്ങാനോ ഇറക്കി.
ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ആ ഫ്രീ ആയി ഓടാനായിട്ടില്ലേ പൊന്നെ. ആ ഇല്ല ഇല്ല, ഇവിടെ പേടിക്കണവരൊക്കെ ഉണ്ടാവും. നോ കൊക്കോ, നോ കൊക്കോ, നോ. അമ്മേ കൊക്കോന്റെ സ്മെല്ല് ഉണ്ടാടാ? ആ കൊക്കോന്റെ സ്മെല്ല് ഉണ്ടാ? മമ്മി കൊക്കോനെ എടുത്തു. മമ്മി കൊക്കോനെ കൊഞ്ചിച്ച്. പല്ല് കൊള്ളിട്ട് മമ്മ പോയില്ല. കൊക്കോണ് കൊഞ്ചേടി മമ്മ, കൊക്കോണ കൊഞ്ചേടി ഓടിക്കോ. ഓരോ പറ്റിച്ചു. നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഇവിടെ റെഡിയായി. അതുകൊണ്ടൊന്നും ഉണ്ടാക്കണ്ട, രക്ഷപ്പെട്ടു. കുറച്ചുകൂടെ യോഗേട്ട് ഇടാം, കുറച്ച് തിക്കായി. സുഖി കുറച്ചുകൂടെ യോഗേട്ട് ഇടാം. സൗണ്ട് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല കോൾഡ് പിടിച്ചിട്ടുണ്ട്. എന്നാലും പറയാം, കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റെസിപ്പി ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഓരോ പ്രാവശ്യം ഞാൻ ഓരോ ടൈപ്പാണ് ഉണ്ടാക്കുക. ഇന്ന് ഉണ്ടാക്കാൻ പോണത് കുറച്ചും കൂടെ ഒരിച്ചിരി ഗ്രേവി ഉണ്ടാവും. ഗ്രേവി അല്ല, ഒരു മസാല എക്സ്ട്രാ വരും. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ അല്ല കഴിക്കാൻ പോണത്, പൊറോട്ട, കേരള പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഓൾമോസ്റ്റ് ഒരു 1/2 kg ചിക്കൻ ഉണ്ട്. കുറച്ച് മസാല വേണം നമുക്ക്, പക്ഷെ ഉള്ളിന് നല്ല വഴറ്റി എടുക്കണം. അതുകൊണ്ട് 3 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. ഒരു 4 പച്ചമുളക്, കുറേ അധികം കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 തക്കാളി, കുറച്ച് കൊറിയാണ്ടർ ലീഫ്. ഈ ചിക്കനിലേക്ക് നമ്മൾ കേർഡ് ഇട്ടിട്ടുണ്ട്, ചില്ലി പൗഡർ, ടർമറിക്, ചിക്കൻ മസാല, സോൾട്ട്. ഇത് മാത്രം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചേക്കുക. നമ്മൾ ഇതൊക്കെ ഒന്ന് സോട്ടേ ചെയ്ത് എടുക്കുമ്പോഴത്തേന് ഇത് മാരിനേറ്റ് ആയിക്കോളും. അത്ര സമയം തന്നെ വേണ്ടുള്ളൂ, അല്ലാണ്ട് 1 hour 2 hour അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ എന്താണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയം കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് 4:10 ഞാൻ ലഞ്ചിനുള്ള കറി ഉണ്ടാക്കാൻ പോണത്. എന്ത് ചെയ്യാനാ, പണിത്തിരക്കാണ്, വേറെ വഴിയൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കണം, പെട്ടെന്ന് കഴിക്കണം. ചോറൊന്നും ഉണ്ടാക്കാൻ സമയമില്ലേക്കല്ല, ചോറ് ഇന്നലത്തെ ഇച്ചിരി ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ തോന്നി. പൊറോട്ട ഉണ്ട് ഇവിടെ പാക്കറ്റിൽ, നമുക്ക് അതും ആക്കാം. ശരി, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തുടങ്ങട്ടെ. വോയിസ് റെക്കോർഡ് ചെയ്തത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മൈക്ക് ആദ്യമായിട്ടല്ലേ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽ ഗ്രീൻ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ റെക്കോർഡ് ആവുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്ത എല്ലാ ഓഡിയോ നമുക്ക് മിസ്സായി. അത് ബ്ലൂ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ റെക്കോർഡ് ആവില്ല എന്ന് അത്ര. ശരി, പോട്ടെ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ടിട്ട് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതിനെ നല്ലോണം വഴറ്റി ഒരു എന്താ പറയുക, ഫ്രൈ പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഓൾമോസ്റ്റ് ഫ്രൈ പോലെ ആക്കിയെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് തിരിച്ചും വഴറ്റും. എന്നിട്ട് അതൊന്നായി വരുമ്പോഴാണ് തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നുമേ ഇപ്പോൾ ഇടുന്നില്ല. ഇത് വെറും ഈ മസാലേൻ്റെ കളറാണ് കേട്ടോ. ആ ഒണിയൻ സോട്ടേ ആയതിൻ്റെ കളറാണ്, ആ ഒരു ഇങ്ങനെ കാരമലൈസ്ഡ് ആയതിൻ്റെ കളറാണ് ഇതിലുള്ളത്. ഇത് നല്ലോണം ആവണം, ഇങ്ങനെ കുറച്ചിങ്ങനെ ഡ്രൈ ആയി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കനിൽ ഓൾറെഡി എല്ലാം മസാലയുണ്ട്. അതുകൊണ്ട് ഇത് ഇട്ടിട്ട് വേണമെങ്കിൽ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടുകൊണ്ട് എനിക്ക് ഉപ്പിടേണ്ടി വന്നില്ല. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. ഇതിൽ പിന്നെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഒരു 1/4 ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല പൗഡറും ലാസ്റ്റിൽ, പിന്നെ കൊറിയാണ്ടർ ലീഫ് ഫോർ ഗാർണിഷിങ്. അത്ര മാത്രം തന്നെ ഇതിലിട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് നല്ലോണം വരട്ടി എടുക്കണം. പിന്നെ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവും കേട്ടോ. സുഖിത് അവിടെ പൊറോട്ട ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ പൊറോട്ട മാസ്റ്ററാണ് ഞങ്ങളുടെ വീട്ടിലത്തെ. ഷർട്ട് ഇടാത്തതുകൊണ്ട് ഫുള്ള് കാണിക്കരുത് എന്ന് പറഞ്ഞു, അപ്പോൾ കാണിക്കുന്നില്ല. നമ്മൾ ID മലബാർ പൊറോട്ടയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തത്.
ചിക്കൻ പിന്നെ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചത്. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6 to 8 minutes അടച്ചു വെച്ചിട്ട് വേവിച്ചു. സിമ്മിലാണ്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോവും, അടി പിടിക്കും, അധികം വെള്ളമില്ലല്ലോ. എന്നിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് കൊറിയാണ്ടർ ലീഫും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. നമ്മളെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും സുഖി എണീക്കണ സമയത്താണല്ലോ എൻ്റെ ലഞ്ച് റെഡി ആയേക്കണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിക്കാൻ വിചാരിച്ചു. 3 പൊറോട്ട ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നര വെച്ചിട്ട് എടുത്തു. സുഖി ഇനി എന്തായാലും ഡിന്നർ രാത്രി ചോറ് ദോശ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നിച്ച് ചിക്കൻ റോസ്റ്റും പൊറോട്ടയും കുറച്ച് കുക്കുംബറും ഗിൽറ്റ് ഫ്രീ ആകാൻ വേണ്ടി. പിന്നെ നമ്മൾ എപ്പോഴും ഒന്നും പൊറോട്ട കഴിക്കണില്ല കേട്ടോ, വല്ലപ്പോഴും തന്നെ കഴിക്കണുള്ളൂ. Evening walk, regular days, usual things. സുന്ദരമായ വ്യൂ, എന്ത് സുന്ദരമായ വ്യൂ ആണ്. നമുക്ക് മഴ പെയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ല മമ്മ, മഴ പെയ്യൂലേ പിന്നെ? അവിടേക്ക് അയ്യോ, അവിടേക്ക് ചാടണ്ട. ഇവിടെ വാ, അവിടെ പോയാ എങ്ങനെ ഫുഡ് കിട്ടും? ഇവിടെ വാ, ഇവിടെയാണ്, ഇവിടെ. അവിടെ ഞാൻ കൈ കഴുകാൻ പോയതാ. ചിക്കൻ വേണോ? ആർക്കാ ചിക്കൻ വേണ്ടേ? ആർക്കാ ചിക്കൻ വേണ്ടേ? ചിക്കൻ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ആണോ? അപ്പൊ തരൂ. എടാ അത് തള്ളണം. എനിക്കറിയില്ല. ഓറ് കുറച്ച് കമ്മിയാണ്, അതുകൊണ്ട് സുഖിക്ക് കുറച്ച് 2 ദോശ ചൂടാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ രാത്രി വെറുതെ ചോറ് വെക്കണ്ടല്ലോ, നാളെ ഫ്രഷ് ആയിട്ട് വെക്കാം. അപ്പോൾ ചിക്കൻ കറീൻ്റെ കൂടെ ദോശ നന്നായി ഉണ്ടാവും. ചിക്കൻ കറി അമ്മേ, ചിക്കൻ കറി ഇപ്പം കഴിക്കാൻ ഇനിയും നന്നായിട്ടുണ്ടാവും. കറക്റ്റ് നമ്മൾ ഒരു നേരത്തിന്, അതായത് ഒരു ദിവസത്തിനുള്ള പോലെ ഉണ്ടാക്കി. നേരത്തെ 2 ആളും കഴിച്ചു, ഇപ്പം കറക്റ്റ് അവന് കഴിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഡേ 15 അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുന്നുണ്ട്. അടുത്ത പോലത്തെ ഞങ്ങൾ സൂപ്പർ മാച്ച് കഴിഞ്ഞിട്ട് ഇനി ക്ലോസ് ചെയ്യുക. ഈ മാഡം പോയി കിടന്നിറങ്ങും, എൻ്റെ പണി ഇന്നും തീർന്നിട്ടില്ല. ക്ലോഷറാ? ഒരാളിൽ മൂക്കടന്ന് സംസാരിക്കണം പറ്റൊരു വാട്ടർഫോൾ, മഴ വരുന്നില്ല പറഞ്ഞ് മൂക്കിലിരുന്ന് മഴ വിട്ടിരിക്കുക. അപ്പൊ ഈ നേരെ പിടിച്ച് സംസാരിക്കുമ്പോ മൂക്കി നെറ്റും, അത് വീഡിയോയിൽ കാണിക്കാൻ കൊള്ളൂലല്ലോ. അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ പിന്നാലിരുന്ന് മൂക്കൊളിച്ചിട്ടിരിക്കുക ഒരാള്. ശരി, അപ്പൊ എന്തായിരുന്നാലും അടുത്ത വ്ളോഗുമായിട്ട് തിരിച്ചടിച്ചു പൊളിച്ചിട്ട് ഒരാൾ വരും, മൂക്കൊളിച്ചിട്ട്. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയേ. ഗുഡ് നൈറ്റ് മോമോ. എല്ലാ ചിക്കൻ കഴിച്ച് ഫുൾ സ്പെഷ്യൽ. എല്ലാരും ഫുൾ ചിക്കൻ അടിച്ചിട്ട്. റൂഫി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ബേബി ഗേൾ. ഇവിടെ ഒരാൾ നോക്ക്, താഴെ ആരെയൊക്കെ വീണ് പോയാ പോപ്കോണിന്റെ ഒരു പീസ് എടുത്ത് തിന്നിട്ടിരിക്കുന്നുണ്ട്. തിരിച്ച് ക്ലീനിങ്.